നമസ്കാരം, എൻ്റെ പേര് റിനി അഫ്സൽ. കൊച്ചിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരു 15 വർഷമായിട്ട് ഒരു എംപ്ലോയി എന്ന നിലയിലാണ് ഞാൻ ഇത്ര നാളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് സാറിൻ്റെ കണ്ടിട്ടുണ്ട്. അതിലെനിക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 20-30 വർഷങ്ങൾക്കുള്ളിൽ നേടാൻ സാധിക്കുന്നത് വെറും 20 മാസങ്ങൾ കൊണ്ട് നേടാമെന്ന് സാറിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ സാർ? തീർച്ചയായിട്ടും. അതായത് 20 വർഷം നമ്മൾ അധ്വാനിച്ച് നേടേണ്ട പണം 20 മാസം കൊണ്ട് നേടാം. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, അധ്വാനിക്കരുത്. അപ്പൊ ചോദിക്കും പിന്നെ എങ്ങനെയാണ്? അതായത് കഷ്ടപ്പെട്ടാൽ ഒരിക്കലും 20 കൊല്ലം കൊണ്ട് നേടേണ്ടത് അധ്വാനിച്ചിട്ട് 20 മാസം കൊണ്ട് നേടാൻ പറ്റില്ല. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്ട്രാറ്റജിയാണ്, തന്ത്രം. ഓക്കെ, ആ തന്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ റിനി പറഞ്ഞു, ജീവിതത്തിൽ ഒരുപാട് ജോലികൾ ചെയ്തു, കഷ്ടപ്പെട്ടിട്ടാണ് പണം ഉണ്ടാക്കിയത്. എന്നിട്ട് എന്താ ഇവിടം വരുത്തിയപ്പോൾ? ബിഗ് സീറോ ആണ് സാർ. ഇപ്പോഴും ഞാനൊരു ബിഗ് സീറോയിലാണ്. ആസ് എൻ എംപ്ലോയി, ഒരു എംപ്ലോയി ആയിട്ട് 15 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടും എനിക്ക് അതിൽ നിന്ന് ഒരു സേവിങ്സ് ഒന്നുമില്ല. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ആ ഒരു മന്ത് കംപ്ലീറ്റ് ആക്കുക, വീണ്ടും ബാക്ക് ടു സീറോയിലാണ്. അതായത് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ പൂജ്യത്തിലാവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും. എന്നിട്ട് വീണ്ടും ആ സീറോയിൽ വീണ്ടും കിട്ടുന്ന സാലറി തികയാതെ അവിടുന്നും ഇവിടുന്നും ഒക്കെ കടങ്ങൾ മേടിച്ചിട്ട് ബാക്ക് ടു ആ ഒരു സാലറിക്ക് വേണ്ടിയുള്ള ഒരു എക്സ്പെക്ടേഷനിൽ നിന്നിരിക്കുന്നു. വീണ്ടും ആ ഒരു ലൈഫാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു ചേഞ്ച്, അത് ഈ ഒരു ജസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു സാറിൻ്റെ ആ വീഡിയോ കണ്ടപ്പോഴാണ് അതിൽ നിന്ന് എന്തോ ഒരു മാറ്റം ലൈഫിൽ കൊണ്ടുവരാമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇപ്പൊ പോണ വാഹനത്തിൽ തന്നെ ഇനിയും 10-20 കൊല്ലം യാത്ര ചെയ്താലും നമ്മളെ ഇപ്പോഴുള്ള സ്ട്രഗിളിങ് കൂടല്ലാണ്ട് കുറയിലില്ല, അല്ലെ? ആ ഒരു കാര്യം ബോധ്യപ്പെട്ടപ്പോഴാണ് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് സക്സസ് ആവാൻ പറ്റൂ എന്ന ഒരു വലിയ ബോധ്യം വന്നപ്പോഴാണ് റിനി എൻ്റെ അടുത്ത് വന്നത്. തീർച്ചയായിട്ടും അല്ലെ? എല്ലാവരും ഇതേപോലെ തന്നെയാണ്. ഈ ജോലിയിൽ നിൽക്കുമ്പോൾ വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. കാരണം ആ ജോലിയിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ആ ജോലിക്ക് വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്നു, ജോലി സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ ജോലിയുടെ ടെൻഷൻ, ജോലി കഴിയുന്നു, വീട്ടിലെത്തുന്നു. അപ്പൊ കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ വീണ്ടും ബാക്കി കടം വാങ്ങി മുന്നോട്ട് പോകുന്നൊരവസ്ഥ. അപ്പോൾ ചിന്തിച്ചത് ഇനി മുന്നോട്ട് പോയാൽ എന്ത്? അപ്പൊ അവിടെയാണ് ഈ ബിസിനസിന്റെ പ്രാധാന്യം. നമ്മൾക്കിവിടെ ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ സാധാരണഗതിയിൽ 3 കൊല്ലം പാടുള്ളൂ എന്ന് പറയണം. ഓക്കെ, റിനിക്ക് പറ്റിയ തെറ്റ് ആ കിട്ടിയ ജോലിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. കംഫർട്ട് സോൺ എന്ന് പറയും. കിട്ടിയ ജോലിയിൽ അവിടെ തന്നെ നിന്നു. ഓക്കെ, ഞാനും റിനിയെ പോലെ ഒരു ജോലിക്കാരനായിരുന്നു. ഞാൻ 19-ാമത്തെ വയസ്സിൽ റെസ്റ്റോറൻറ്റിൽ, ഫാദറിന്റെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, എങ്കിലും അവിടെ 50 രൂപ ജോലിക്ക് ദിവസ വരുമാനത്തിൽ കയറിയാടാം. പക്ഷെ ഞാൻ അവിടെ 3 വർഷത്തിന് താഴെ മാത്രമേ ജോലി ചെയ്തുള്ളൂ. പിന്നെ അവിടെ നിന്നുകൊണ്ട് എങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാവാം? അവിടെ നിന്ന് 3 വർഷത്തിന് ശേഷം സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് 1 തുടങ്ങി, 2 തുടങ്ങി, അങ്ങനെ 14 റെസ്റ്റോറൻറ്റുകൾ, 19 സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ പോയി ജീവിതം. പക്ഷേ റിനിക്ക് പറ്റിയ തെറ്റ്, എവിടെയാണ് ജോലി അവിടുത്തെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ഒന്നും പുതുതായിട്ട് പഠിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. മാറി ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലായി. കാരണം മക്കള് പല കാര്യങ്ങളും ചോദിച്ച് പറയുമ്പോഴാണ് എന്തുകൊണ്ട് ഇത് എന്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും, അല്ലേ? ഇപ്പൊ റിനി എന്നിവിടെ ഉള്ളത് റിനി പണ്ടെടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എന്തായിട്ട് മാറി? റിനിയുടെ ആക്ഷൻസ് ആയിട്ട് മാറി. ആ ആക്ഷൻസ് എന്തായിട്ട് മാറി? ഹാബിറ്റ്, ശീലങ്ങളായിട്ട് മാറി. ആ ശീലങ്ങളായുള്ള റിസൾട്ടുകളാണ് ഇന്ന് റിനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഡിസിഷൻസ് വന്നിട്ടുള്ള കുറെ തെറ്റുകൾ, അതിൽ നിന്ന് വന്ന വേദനകൾ, ആ വേദനകൾ ഇപ്പോൾ എന്തായി? വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അപ്പം ഇനി എന്ത് ചെയ്യണം? ആ ഡിസിഷൻസിൻ്റെ മുകളിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരണം. ഞാൻ ചിന്തിച്ചതിൽ, ഞാൻ പ്രവർത്തിച്ചതിൽ എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിരുന്നു, ഇനി ഞാൻ തിരുത്തിയിട്ടില്ലെങ്കിൽ അവിടെയാണ് ഞങ്ങളെപ്പോലുള്ള കമ്പനികൾ കടന്നു വരുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങളെപ്പോലുള്ളവരെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ബിസിനസ് ഓണറാക്കി മാറ്റിക്കൊണ്ട്, ബിസിനസ് പഠിപ്പിച്ചുകൊണ്ട്, ഒരു കരിയർ ബിൽഡ് ചെയ്തുകൊണ്ട്, നിങ്ങൾ നഷ്ടപ്പെട്ട ആ വർഷങ്ങളിൽ നിന്നുണ്ടായ വേദനകൾ അതിന് ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ 20 മാസം മതി. നിങ്ങൾ എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് ജസ്റ്റ് പെയ്ഡ് കമ്പനി നിങ്ങളുടെ മുന്നിൽ ഒരുക്കി തരണത്. പക്ഷെ അതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ടും ശാരീരികം ഒക്കെ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അപ്പം അതിൽ ആദ്യം ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, റിനി,
റിനിക്ക് 20 വർഷമോ 30 വർഷമോ ഉണ്ടാക്കാൻ പറ്റിയേക്കാവുന്ന ഒരു എമൗണ്ട് 20 മാസം കൊണ്ട് നേടാം. കണ്ടീഷൻ നമ്പർ 1 ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയും. റിനി ആദ്യം ഇതിൽ ക്വാളിഫൈഡ് ആണോ എന്ന് ഞങ്ങൾ ഒരു 7 ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേതാണ് ഞങ്ങൾക്കൊരു കോർ വാല്യൂ ഉണ്ട് കമ്പനിക്ക്. അപ്പോൾ 1 സി കോച്ചബിൾ എന്ന് പറയും. റിനി ഇവിടെ വരികയാണെങ്കിൽ പഴയ റിനി എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം മറന്നേക്കണം. ഇവിടെ എന്ത് വേണം? പുതിയ കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു തരും. പണം ഉണ്ടാക്കാനുള്ളത് അത് പഠിക്കാൻ തയ്യാറാവണം. കാരണം റിനിക്ക് അറിയുമെന്നറിയില്ല, ഈ പണത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയാൽ ഒരിക്കലും പണത്തെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. പണത്തെ ചേസ് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? പണം നമ്മളെ ചേസ് ചെയ്യണം. അങ്ങനെ പണം നമ്മളെ ചേസ് ചെയ്യണമെങ്കിൽ, ഈ പണത്തിന് നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിൽ 9 നിയമങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇനി ഈ പണം നമ്മുടെ കയ്യിൽ വന്നാലോ, ഈ പണം നമ്മളെ വിട്ടു പോകരുത്, അല്ലെ? ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളുടെ പ്രശ്നമാണ് ഹൗ ടു മേക്ക് മോർ മണി എന്നുള്ളതും, അല്ലെ? എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം. 2 ഹൗ ടു മാനേജ് മണി, വന്ന പൈസയെ എങ്ങനെ മാനേജ് ചെയ്യാം. 3 ഹൗ ടു മൾട്ടിപ്ലൈ, എങ്ങനെ ഇരട്ടിപ്പിക്കാം. ഈ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ് ജസ്പേഡ് കമ്പനി പരിഹരിച്ച് തരണം. റിനിക്ക് 20 മാസം കൊണ്ട് ഈ പറഞ്ഞ 5 കോടി രൂപ ചെയ്തെന്ന് വിചാരിക്കും. ഇനി എന്ത് വേണം? ഇത് ഉണ്ടാക്കാൻ സിമ്പിളാ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ഇനി എന്ത് വേണം? ഇവനെ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് അടുത്ത ടാസ്ക്. ഇപ്പോ ലോട്ടറി കിട്ടിയ പല ആളുകളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 2, 3, 5 വർഷം കഴിഞ്ഞാൽ ഇവര് പഴയതിനേക്കാളും മോശ രൂപത്തിൽ കണ്ടുണ്ടാവും. കാരണം വന്ന പണത്തെ സംരക്ഷിക്കാൻ അറിയില്ല, മാനേജ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 20 മാസം കൊണ്ട് നമ്മൾ ഏൺ ചെയ്ത പൈസ എങ്ങനെ സ്വന്തമാക്കണം. അങ്ങനെ സ്വന്തമാക്കണം. പണത്തിന് 13 നിബന്ധനകളുണ്ട്, അതും പഠിക്കണം. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ചു തരും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം തന്നെ കോച്ചബിൾ ആവണം. ഓക്കെ. അപ്പോൾ ആ കോച്ചബിളായ മാത്രം പോരാ, റിനി ഒരു പക്ഷെ വീട്ടില് പലതരത്തിലുള്ള സ്വഭാവമായിരിക്കും, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ആ സ്വഭാവം ഒന്നും ഇവിടെ പറ്റൂല. വേഴ്സറ്റൈൽ, നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് മാറണം. പിന്നെ അടുത്തൊന്നാണ് ആക്ഷൻ ഓറിയന്റഡ്. നമ്മൾ ഈ വരുന്ന 20 മാസം കർമ്മനിരതരാവണം. വേറെ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഓൺലി ഫോക്കസ്, നമ്മൾ എത്രയാണ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു തുക അതിലേക്ക് മാത്രം ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ. എക്സാമ്പിൾ എനിക്ക് ഈ വർഷം 50 ലക്ഷം വേണം. വെരി സിമ്പിൾ. പക്ഷെ എന്തായിരിക്കണം? ഈ 50 ലക്ഷം രൂപയിലേക്ക് മാത്രമായിരിക്കണം റിനിയുടെ ഫോക്കസ്. വേറെ കല്യാണമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഈ വരുന്ന പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഒരു 50 ലക്ഷത്തിനായിരിക്കും നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതെ, വേറെ ഒന്നിലേക്കും പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ബാക്കി ഓർമ്മയുണ്ടോ പറഞ്ഞിരുന്ന കോർ വാല്യൂസ്? യെസ് സർ. അതായത് ഫ്ലെക്സിബിൾ ആവണം. അതായത് പിന്നെ അതുപോലെ ആക്ഷൻ ഓറിയന്റഡ്. ആക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ നമ്മള് പ്രവർത്തനം മാത്രമല്ല, നമ്മളത് ആക്ഷനിലൂടെ കൂടി നമ്മളത് റിസൾട്ട് കൊണ്ടുവരും. ആക്ഷൻ ഓറിയന്റഡ് ആണ്. പിന്നെ അതെ. ദെൻ ലൈക്കബിൾ, അതായത് എല്ലാവരിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. നമ്മളുടെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ പോലും നമ്മളൊരു കുറ്റം പറയാതെയോ, അത് നമ്മുടെ ക്യാരക്ടർ വൈസ് നമ്മൾ അവിടെ എല്ലാവരുടെ മുമ്പിലും ഒരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറും. ഇപ്പൊ റിനിയെ ഇപ്പൊ ഫേസിലേക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ സ്വഭാവം കൂടെ നന്നാവണം. അതെ. ഓക്കെ. അങ്ങനെ ഒരു ലൈക്കബിൾ ആവുന്ന വ്യക്തിയായിട്ട് മാറണം. ഇപ്പൊ എന്താണ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? നമ്മൾ ഇപ്പോ ഞാനും റിനി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വരികയാണ്. ഓക്കെ. അങ്ങനെ അയാൾ വന്നു സംസാരിച്ച് പോയി. അപ്പൊ ഇനി അയാളെ പറ്റി നമ്മൾ എന്ത് സംസാരിക്കുന്നു അതാണ് അയാളുടെ പേഴ്സണാലിറ്റി. ഇതേപോലെ എന്താവണം? നമ്മളും നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമസ്ഥനാവണം. അതാണ് ലൈക്കബിൾ. നെക്സ്റ്റ് ദെൻ യുണൈറ്റഡ്. യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ, അതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പോലും ഒരു യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു എന്താ പറയുക, ഒത്തൊരുമ, ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് അതൊരു സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരുമയുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ എന്തായി? അതെ, യൂണിറ്റി അത്രേ ഉള്ളൂ. ദെൻ എംപത്തറ്റിക്, അതായത് സഹാനുഭൂതി. നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മളെ കൊലീഗ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ വീടിന്റെ അടുത്തുള്ളവരാണെങ്കിൽ പോലും അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ സ്വന്തം പ്രശ്നമായി കണ്ട് ആ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവരൊപ്പം നിൽക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ എപ്പോഴും അവരുടെ ഒപ്പം നിൽക്കേണ്ടത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ലക്ഷ്യം ബിസിനസ് ഓണേഴ്സിൽ ക്രിയേറ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, റിസ്ക് ഇല്ല, ഒന്നും ചെയ്യണ്ട, ബിസിനസ് പഠിപ്പിച്ചു തരും. അപ്പോ നിങ്ങളുടെ നോട്ടത്തിൽ എന്താ? ഐ ആം എ എംപത്തറ്റിക് പേഴ്സൺ. നിങ്ങൾക്ക് വേണ്ടി ഇതേപോലെ ഇത് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്നറിയോ? ഐ മേക്ക് മണി. ഞാൻ പണം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയെന്നറിയോ? ഐ മേക്ക് മണി ബൈ ഹെൽപ്പിംഗ് യു ടു മേക്ക് മണി.
ഞാൻ പണം ഉണ്ടാക്കുന്നത് നിങ്ങളെ പണം ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ട് ഞാനും പണം ഉണ്ടാക്കുന്നു. ഇത് തന്നെ റിനി റിപ്പീറ്റ് ചെയ്താലോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എംപതറ്റിക് ആയിട്ട് മാറണം. ഓക്കെ, അതായത് ഇപ്പൊ ഞാനും എന്റെ താഴെ വരുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വാല്യൂ നമ്മൾ അവരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നല്ലേ സാർ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ അടുത്തൊരു പോയിന്റാണ് സിൻസിയർ അല്ലെ. നമ്മൾ ഇതൊക്കെ ആണെങ്കിൽ കൂടെ എന്തൊന്നും ആയിക്കോട്ടെ അവിടെ ആത്മാർത്ഥമുള്ളവരായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് ക്വാളിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പോൾ റിനി ആദ്യമായിട്ട് ജസ്പേഡിൽ വന്നപ്പോൾ എന്ത് പറഞ്ഞു? റിനി, ഇത് കമ്പനിയുടെ ഒരു കോർ വാല്യൂ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ വെൽക്കം ടു ജസ്പേഡ്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു? ഇത് റിനിക്ക് പറ്റിയ സ്ഥലമല്ല. ഓക്കെ, അപ്പൊ ഇത് റിനി പറഞ്ഞു ഞാൻ റെഡി. ഓക്കെ, അപ്പോ അങ്ങനെ വന്നപ്പോ രണ്ടാമത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഇനി രണ്ടാമത്തെ ടെസ്റ്റ് കൂടിയിട്ടുണ്ട്. രണ്ടാമത്തെ ടൈം ടെസ്റ്റ്. ഇതില് റിനി ഓക്കെ ആണോ? ഓർമ്മയുണ്ടോ പറഞ്ഞത്? ടൈം ടെസ്റ്റ്. അതായത് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്പേഡ് എന്ന് പറയുന്ന ഒരു ബെറ്റർ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അതിൽ കിട്ടുന്ന ഒരു റിട്ടേൺ അത് ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അതൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരിക്കും. സോ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ജെനുവിനിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വേണം നമ്മൾ ഫോക്കസ് ചെയ്യാനും ചൂസ് ചെയ്യാനും ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈം ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ റിനി വന്നിട്ടുള്ളത് ഒരു ജോലിയിൽ നിന്ന് ഇവിടെ വന്നത് റിനി ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാനല്ല, സമ്പന്നാകാൻ വന്നിട്ടുള്ളത്. അപ്പൊ സമ്പന്നാകുമ്പോൾ ടൈം ടെസ്റ്റ് നടത്തുമ്പോൾ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഗെറ്റ് റിച്ച് സ്ലോ. റിനിക്ക് സാവധാനം സമ്പന്നയായി മതിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 40 വർഷം കൊണ്ട് സമ്പന്നയാകും. എന്തായിരുന്നു ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്തോ അതിലൂടെ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് പതുക്കെയാവും. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ നമ്പർ 2, ഗെറ്റ് സ്മാർട്ട്. അതായത് റിനി ഒരു ജോലി ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എത്രയാണ് അത് ഷെയർ മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? റിനിക്ക് 20 മുതൽ 30 വർഷം കൊണ്ട് സമ്പന്നമാവാം. മൂന്നാമത്തെ ഓപ്ഷൻ ഗെറ്റ് റിച്ച് ഫാസ്റ്റ്. അതായത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് ആ ബിസിനസ് നല്ല രീതിയിൽ ചെയ്ത് ഒരു 10 to 20 years കൊണ്ടും, പക്ഷെ അവിടെ ഇൻവെസ്റ്റ്മെന്റും ആ ബിസിനസ് പഠിക്കേണ്ടതൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഗെറ്റ് റിച്ച് ഫാസ്റ്റ്. പക്ഷേ ഞങ്ങളുടെ പറയണത് എന്താ? ടൈം ടെസ്റ്റ് ഗെറ്റ് റിച്ച് സൂപ്പർ ഫാസ്റ്റ്. എന്തായിരുന്നു? പെട്ടെന്ന്, അതെ 2 to 5 years കൊണ്ട് എവിടെ എത്തണം അവിടെ എത്താം അല്ലെ. അപ്പൊ അവിടെ എത്തണമെങ്കിൽ എന്ത് വേണം? മറ്റു മേഖലയിൽ എടുക്കാത്ത റിസ്ക് എടുക്കേണ്ടി വരും. ചിലപ്പോ നമ്മൾ 24/7 ഇപ്പോ റിനി അഫ്സൽ കൂടെയുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ പണിക്കാർക്ക് തിരിച്ചാൽ മതി. അവിടെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, റിനി 2 കൊല്ലം മുതൽ 5 കൊല്ലം സമ്പന്നമാവണം. ഇറ്റ്സ് വെരി റിസ്ക്, ബട്ട് അല്ലെ നാളെ നിങ്ങൾ കാത്തിരിക്കുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അപ്പൊ അതൊക്കെ ഓവർകം ചെയ്താണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ആ ടെസ്റ്റിലും റിനി അന്ന് പാസ്സായിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, പക്ഷെ അതിനുശേഷം ഞാൻ മൂന്നാമത്തെ ടെസ്റ്റ് കൂടെ പറഞ്ഞിരുന്നു, എക്കണോമിക് ഇമ്പാക്ട് അല്ലെ. ഓർമ്മയുണ്ടോ? എക്കണോമിക് ഇമ്പാക്ട് ടെസ്റ്റ്. ഓർമ്മയുണ്ട് എന്താണെന്നുള്ള എക്കണോമിക് ഇമ്പാക്ട്? എംപ്ലോയി എന്ന നിലയിൽ എനിക്കിപ്പോ നിലവിൽ എനിക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് വെച്ചാൽ ഒരു 30,000 മാക്സിമം കിട്ടിയെന്ന് വെച്ചാൽ 30,000. ആ ഒരു സാലറിയിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫിക്സ് ഓൺ ചെയ്ത് നിന്നിട്ട് ഈ 15 വർഷം ഞാൻ പറയാലോ ഒരുപാട് ലൈഫിന്റെ അവിടെ വേസ്റ്റ് ആയി. 15 years. ഈ എക്കണോമിക് ടെസ്റ്റ് നടത്തുമ്പോൾ റിനി ഫസ്റ്റ് ജോലിക്ക് കയറിയപ്പോ എത്ര രൂപയുടെ സാലറി എത്ര ഉണ്ടായിരുന്നു? എനിക്ക് 10,000. അപ്പൊ അന്നത്തെ ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഏകദേശം ഇതിനേക്കാൾ കൂടുതലേക്ക് എക്സ്പെൻസ് ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ അത് കൂടി, അതായത് 2,000, 3,000, 1,000, ചിലപ്പോൾ 500 അങ്ങനെ ഒരു, അതായത് ഓരോ മേഖല അനുസരിച്ച് നമുക്ക് സാലറി ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് അല്ല നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്, നിസ്സാര ശമ്പളമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മുടെ ശമ്പള വർധന പതുക്കെയാണ്, പക്ഷേ നമ്മുടെ ചെലവോ അത് ഡബിൾ സ്പീഡിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ജോലിക്ക് നമ്മളിനി മുന്നോട്ട് പോയാൽ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം അത്ര കണ്ട് എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്താണ് ഒരു ബിസിനസിന്റെ പ്രത്യേകത. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ചെലവല്ല ചുരുക്കേണ്ടത്, വരുമാനത്തെ കൂട്ടണം. വരുമാനത്തെ കൂട്ടണമെങ്കിൽ നമ്മളൊരു എംപ്ലോയി ആയിട്ട് കണ്ടിന്യൂ ചെയ്താലോ അതൊരിക്കലും പോസിബിൾ ആവില്ല. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? എക്കണോമിക് ഇമ്പാക്ട്. ഇവിടെ സംഭവിക്കണം എന്താ? നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ കാരണം വെരി സിമ്പിൾ ആയിട്ട് ഇൻകത്തെ
ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ ടെസ്റ്റിലും അന്ന് റിനി സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലെ. പിന്നെ അന്ന് 4ാമത്തെ ടെസ്റ്റ് കൂടെ പറഞ്ഞു, റീസെയിൽ വാല്യൂ ടെസ്റ്റ്. കാരണം ഇവിടെ ബിസിനസ് ഓണേഴ്സിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചിലവൊന്നുമില്ല. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്? ഒരു ബിസിനസ് ഐഡിയ തരുന്നുണ്ട്. ഈ ഐഡിയയിലൂടെ നിങ്ങൾക്ക് എത്ര ടേൺ ഓവർ ഉണ്ടാക്കാം, മാത്രമല്ല ഒരുപാട് പേരെ നിങ്ങൾക്ക് എംപ്ലോയീസ് ആയിട്ടോ ബിസിനസ് ഓണേഴ്സ് ആയിട്ടോ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നിങ്ങളെങ്ങനെ 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു, ഒരുപാട് പണം ഉണ്ടാക്കി, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വിൽക്കാം. അപ്പൊ വിൽക്കുമ്പോഴോ ആ അസറ്റ് എത്ര ഉണ്ടെന്ന് നോക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ കമ്പനി ഉണ്ട്. ഇത് ബാംഗ്ലൂർ ബേസ് ചെയ്ത് തുടങ്ങിയൊരു കമ്പനിയാണ്. ഇന്ന് ഇതിന്റെ 65% ഓഹരി ടാറ്റ കമ്പനി പർച്ചേസ് ചെയ്തത് കോടിക്കണക്കിന് രൂപയ്ക്കാണ്. ഇതിന് 9,500 കോടിക്കാണ്. ഓക്കെ, അപ്പൊ ഇത് പർച്ചേസ് ചെയ്തത് ഇതിൽ ഉള്ളത് എത്ര എന്നറിയോ? 2 ലക്ഷത്തോളം കസ്റ്റമർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് അവർക്കത് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ടിന് വിൽക്കാൻ പറ്റിയത്. അപ്പൊ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാറ് എനിക്ക് എന്റെ ഐഡിയയും നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു ബിസിനസ് വന്നു, നല്ല രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്തു, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ ഇത് നാളെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഗ്രോത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സർ പറയുന്നത് പോലെ തന്നെ ഐഡിയ സെയിൽ ചെയ്തുകൊണ്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ആളുകളെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതെ, ഒരു വലിയൊരു എമൗണ്ടിന് നമുക്കിത് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ടെസ്റ്റ് കൂടെ ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ അത്? പർപ്പസ് ക്ലാരിറ്റി ടെസ്റ്റ്. പർപ്പസ് ക്ലാരിറ്റി അല്ലെ. ഈ പർപ്പസ് ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ഇത് 20 വർഷം കൊണ്ട് നേടേണ്ട ഒരു എമൗണ്ട് 20 മാസം കൊണ്ട് നേടണമെങ്കിൽ വ്യക്തമായിട്ടുള്ള പർപ്പസ് ഉണ്ടായിരിക്കണം. എന്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണം ഉണ്ടാക്കുന്നത്? അത്തരത്തിലൊരു പർപ്പസിന് എനിക്കുണ്ടാവും. എനിക്ക് ഒരു വിഷൻ ഉണ്ട്. അതായത് എനിക്കിപ്പോ ഒരു കോടി രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ഈ 2026 എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ഈ 2026 1 CR ആണ് എൻ്റെ ഒരു വിഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ആ വിഷനിൽ ഇപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ വിഷനിൽ ഇപ്പോൾ ഞാനൊരു ക്ലാരിറ്റി കൊണ്ടുവന്നു. നേരത്തെ ഈ വിഷൻ എന്താണോ, വിഷൻ ക്ലാരിറ്റി എന്താണോ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് ഇത് പറഞ്ഞു തരാനായിട്ട് ഒരു മെൻറ്ററോ അതുപോലെ ആരും, നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും ആരും ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. സോ ഇപ്പോൾ ആ ഒരു 1 CR ഞാൻ സെറ്റ് ചെയ്തപ്പോൾ അതിന് ക്ലാരിറ്റി, ആ 1 CR എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി വരെ ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട് സർ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വ്യക്തമായ പ്ലാനിങ് ഉണ്ട് അല്ല? ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമുക്ക് 1 കോടി വേണോ, 50 ലക്ഷം വേണോ, 20, എത്രയാലും കുഴപ്പമില്ല. പക്ഷെ ആദ്യം വിഷൻ സ്ട്രോങ് ആയിരിക്കണം. 2, ഈ വിഷനിൽ ഉറച്ചു നിൽക്കണം. എന്ത് വന്നാലും ശരി, നോ എക്സ്ക്യൂസ് അല്ലെ. കിട്ടിയേ തീരൂ, കൂടിയേ തീരൂ. പിന്നെ വിഷൻ ക്ലാരിറ്റി, എന്തിനാണ് പർപ്പസ്, ഈ പണം എനിക്ക് എന്തിനാണ് അല്ലെ? അത്തരത്തിലുള്ള പർപ്പസ് ക്ലാരിറ്റി കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇതായിരുന്നു അടുത്ത പറഞ്ഞൊരു ടെസ്റ്റ്. അപ്പൊ അതും റിനി ഓൾറെഡി ഓവർകം ചെയ്ത് കഴിഞ്ഞു അല്ലെ. പിന്നെ അടുത്തിൽ കടക്കുമ്പോഴാണ് വീണ്ടും അടുത്തൊന്നുകൂടി പറഞ്ഞിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടോ അത്? റെഡ്യൂസ് ഓണർ ഡിപെൻഡൻസി ടെസ്റ്റ്. ഇത് നാളെ റിനി ഇല്ലെങ്കിലും, റെഡ്യൂസ് നിങ്ങൾ ഇല്ലെങ്കിലും, ഈ പ്രവർത്തിക്കുന്ന നമ്മുടെ ടീം അംഗങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്. അത് നമ്മളില്ലെങ്കിലും നമ്മളുടെ ഫാമിലിക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ലിവറേജ് പോലെ. സാധാരണഗതിയിൽ ഒരു ബിസിനസ് തുടങ്ങി, ഓക്കെ, ആ ബിസിനസ്സിൽ എന്തെങ്കിലും നാളെ നമ്മളില്ലെങ്കിൽ ആ ബിസിനസ് പിന്നീട് മുന്നോട്ട് പോകണമെന്നില്ല. പക്ഷെ ഇവിടെ എനിക്ക് ഇതിലൂടെ നിങ്ങളുടെ ഫാമിലിക്ക് ആ വരുമാനം തലമുറകളെ കൈമാറി കിട്ടണം. ഇതാണ് മറ്റൊരു ടെസ്റ്റ് കൂടെ നമ്മളൊന്ന് പറഞ്ഞിരുന്നത്. പിന്നെ എന്തായിരുന്നു നെക്സ്റ്റ് പറഞ്ഞിരുന്നത്? ക്യാഷ് ഇമ്പാക്ട് ടെസ്റ്റ്. ക്യാഷ് ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് എത്രത്തോളം നമ്മുടെ ലൈഫിൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന്, അതാണ് ആ ഒരു ക്യാഷ് ഇമ്പാക്ട് ടെസ്റ്റ് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കത് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് അതിൽ നിന്നില്ല അല്ലെ. ഒരു ചെറിയ എമൗണ്ട് ഫിക്സ് ചെയ്ത് പോയിരുന്നു. പക്ഷേ ഓവറായിട്ട് പണം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴോ നമുക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. ജീവിതത്തിൽ ഫേമസ് ആവാൻ പറ്റുന്നു, പ്രീമിയം അല്ലെ ലൈഫ് സ്റ്റൈൽ മാറി, പ്രീമിയം കാറ്, പ്രീമിയം വീട്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആ ടെസ്റ്റിനെ കുറിച്ചും ബോധ്യപ്പെടണം. ഇപ്പൊ ചില ആൾക്കാർ പറയും നിങ്ങൾക്ക് പണം ഇത്ര രൂപ വേണം, അയ്യോ എനിക്ക് പണത്തിന്റെ ആവശ്യമൊന്നുമില്ല, പണം ചെലുത്താനാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ
പണം കൂടിയേ തീരൂ, അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഇത്ര വലുതാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് ഓടിയെടുക്കാൻ പറ്റുള്ളൂ. പണ്ടുള്ള ആൾക്കാർ പറയുന്നുണ്ടല്ലോ, പണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനം ഉണ്ടായാൽ മതി. പക്ഷെ വെറുതെയാണ് സർ, സമാധാനം അത് പറയാൻ മാത്രം പറ്റുള്ളൂ. പണം ഇല്ലാത്തവൻ വെറും പിണം തന്നെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ. തീർച്ചയായിട്ടും. കാരണം പണം ഇല്ലാത്തവൻ എന്നും നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും എന്നൊരു ചോദ്യചിഹ്നമാണ്. പിന്നെ ചില ആളുകൾ ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾ പറയും എന്ത്, പണം ചെലുത്താനാണ്, പണം ഉള്ളവര് അല്ലെ. ഇപ്പൊ റിനൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ റിനിയും ഹസ്ബൻഡും കൂടെ റോട്ടിൽ കൂടെ നടന്നു പോവാണ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ 2 മക്കളുണ്ട്. അങ്ങനെ വലിയൊരു വീട് കണ്ടപ്പോൾ ആ റിനിയുടെ മകൻ ചോദിക്കുകയാണ്, ഇപ്പോൾ വാപ്പ എന്താണ് നമ്മൾക്ക് ഇതേപോലത്തെ ഒരു വീടില്ലാത്ത? അപ്പോൾ റിനിയുടെ മോള് ചോദിക്കുകയാണ്, വാപ്പ അല്ലെങ്കിൽ ഉമ്മ, നമുക്ക് എന്താണ് ആ പോർച്ചിക്ക് എടുക്കുന്ന പോലത്തെ ബെൻസ് കാറില്ലാത്ത അല്ലേ? ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് 2 തരത്തിൽ അവരുടെ ആൻസർ പറയാം. ഏത്, ഒരച്ഛൻ എന്ന നിലയ്ക്ക് അല്ലെ, ബാപ്പ എന്ന നിലയ്ക്ക് അഫ്സൽ എന്ന് പറയാം, മോനെ അവരെല്ലാം പണ്ട് എന്തോ കള്ളക്കടത്ത് നടത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ വീടും കാറുമാണ്. അതൊന്നും നമുക്ക് പറ്റില്ല മോനെ, നമ്മൾ നേരെ നടന്ന് ജീവിക്കുന്ന ആളുകളല്ലേ അല്ലേ? അത് പറയുന്നതാണോ? അതിന് പകരം മറ്റൊന്നും കൂടെ മകന് പറഞ്ഞു കൊടുക്കാം, മകൾക്ക് പറഞ്ഞു കൊടുക്കാം, മോനെ ഇത്തരത്തിലോ വലിയ വീടുണ്ടാക്കാനോ വലിയ കാർ ഉണ്ടാക്കാനുള്ള പണം ഉണ്ടാക്കാൻ നിന്റെ ബാപ്പയ്ക്ക് അറിയില്ലടാ. അല്ലെങ്കിൽ റിനിക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, മോൻ്റെ ഉപ്പയ്ക്ക് എന്തറിയില്ല, ഇത്തരത്തിലോ വലിയ കാറോ വലിയ വീട് ഉണ്ടാക്കാനുള്ള പണം ഉണ്ടാക്കാനുള്ള പണി അറിയില്ല അല്ലേ? ഇത് പറയാം, അത് പറയാം. ഏതോ നല്ലത് ഇതില്? രണ്ടാമത്തെ പോയിന്റ് ആയിരിക്കും അല്ലേ? നമ്മൾക്ക് പറ്റാത്തത് നമ്മുടെ മക്കളെങ്കിലും ചെയ്യട്ടെ. അല്ലെങ്കിലോ മകൾക്ക് എന്ത് പറഞ്ഞു കൊടുത്തു, പണം ഉണ്ടാക്കുന്ന ആളുകളെല്ലാം കള്ളന്മാരാണ്, കൊള്ളക്കാരാണ് എന്നൊരു മെസ്സേജാ കൊടുത്തത്. അവരുടെ ബ്രെയിനിൽ അത് ഫീഡ് ആവും. ബ്രെയിനിലേക്ക് അത് ഫീഡായി പോയി. അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, പണം നേർവഴിയിലൂടെ നടന്നുണ്ടാക്കരുത്. നേർവഴി പണം പോയാലോ, രാവിലെ ജോലിക്ക് പോകുന്നു, നേർവഴിയാ, ഓക്കെ, കുറച്ച് പണം ഉണ്ടാക്കുന്നു, തിരിച്ചു വരുന്നു. അതിന് പകരം തന്ത്രങ്ങൾ മെനഞ്ഞു വേണം പണം ഉണ്ടാക്കാൻ. അപ്പോഴേ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു തന്ത്രമാണ് അല്ലെ? അത് ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് നമ്മൾ, ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഇപ്പോ പല സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകൾ ഇവിടെ ചില മാസങ്ങളിൽ ഓഫർ ഇടും. എന്താണെന്നറിയോ? ജോലിക്കാര് സേവ് ചെയ്ത് വെച്ച പൈസ എങ്ങനെ തന്ത്രത്തിലൂടെ അവരിലേക്ക് എത്തിക്കാം. നിങ്ങൾ എന്താ പറയുമ്പോ, മുതലാളി എത്ര വലിയ മാന്യം, എന്താ ചെയ്യണേ? നിങ്ങളുടെ കയ്യിൽ സ്വരുക്കൂട്ടി വെച്ച പണം എന്ത് ചെയ്തു, ഒരു ഓഫറിലൂടെ വേണ്ടാത്തതായിക്കോട്ടെ വേണ്ടതായിക്കോട്ടെ എന്തോ തന്നു, അത് മേടിച്ചെടുത്തു. അപ്പൊ എന്തായി, മുതലാളി എത്ര നല്ല മനുഷ്യനാണ്. സംഭവിച്ചത് എന്താ ഇവിടെ? തന്ത്രമാണ്. അപ്പൊ ഈ തന്ത്രങ്ങൾ മെനഞ്ഞാലാണ് എന്ത് പറ്റുള്ളൂ, നമ്മൾക്കും ഇതേപോലെ സമ്പന്നാവാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഈ റൂട്ടിലൂടെയാണ് റിനി കടന്നു പോകേണ്ടത്. അപ്പൊ എനിക്ക് സംഭവിച്ചത്, വെൽത്ത് ഉണ്ടാക്കാനായിട്ട് 5 സ്റ്റെയർ കേസുകൾ കയറി പോകണം. അതിൽ 1ാമത്തെ സ്റ്റെയർ കേസിൽ സ്റ്റക്കായി നിന്നും ഒരു എംപ്ലോയി സമയം കൊടുത്ത് പണം ഉണ്ടാക്കി. പിന്നെ 2ാമത്തെ ഓപ്ഷൻ കൂടിയിട്ടുണ്ട്. എന്താണ്? നമ്മള് സർവീസ് കൊടുത്തും പണം ഉണ്ടാക്കാം. ഓക്കെ, സർവീസ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോഗ്രാഫേഴ്സ് അല്ലെ, ഇവരെന്താ, ഇവര് സർവീസാണ്. പക്ഷേ ഈ സർവീസ് ചെയ്ത് ജീവിതത്തിൽ സക്സസ് ആവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇവരെന്താണ് ചെയ്യുമ്പോൾ സർവീസാണ്, പക്ഷെ ഈ സർവീസിലൂടെ ഇവർക്ക് സക്സസ് ആവാം. എങ്ങനെ? അത് ബ്രാൻഡ് ചെയ്ത്, പൊസിഷൻ ചെയ്ത്, ഇവരെ അവൈലബിലിറ്റി കുറച്ച് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഡിമാൻഡ് കൂട്ടി ഒരുപാട് എഫേർട്ട് എടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? കിട്ടുന്നത് മതി, ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകാം എന്ന രീതിയിൽ പോകുമ്പോൾ, പക്ഷേ ആൾക്കൂട്ടത്തിൽ ഒരാളാവുമ്പോൾ എന്ത് പറ്റുള്ളൂ, അവർക്ക് കുറച്ച് പണം മേടിക്കാൻ പറ്റുള്ളൂ. അതേസമയം ആൾക്കൂട്ടത്തിൽ ഞാൻ വലിയവനായാലോ, അവർ പറഞ്ഞ പൈസ മേടിക്കാൻ പറ്റും. അപ്പൊ ഈ സെല്ലിംഗ് സർവീസിൽ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? അവിടെ നമ്മൾ ആൾക്കൂട്ടത്തിൽ വലിയവനാവാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് ബ്രാൻഡ് ചെയ്ത് ഒരു ഇമേജ് ബിൽഡ് ചെയ്തിട്ട് നമ്മളും ഒരു പൊസിഷൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം എന്ന് പറയും. അപ്പൊ ഈ 2 കാറ്റഗറി ഉള്ള ആളുകൾക്കാണ് ലൈഫിൽ കൂടുതലും സക്സസ് ആവാൻ പറ്റാതെ. പിന്നെയാണ് നമ്മൾ 3ാമത്തേക്ക് പോകേണ്ടത്. ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് ആ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പോകും. ഇവിടെയും കമ്പനി എന്താ ചെയ്തത്? ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിൽ ഇന്നോവേഷൻ കൊണ്ടുവന്നു. ആരുടെ കയ്യിലില്ലാത്ത, അതുകൊണ്ട് ആരുടെ കയ്യിലില്ലാത്ത സാധനം ജസ്പീഡ് ഇന്റർനാഷണൽ കമ്പനികളിലുണ്ട്. അപ്പൊ റിനിക്ക് എന്ത് ചെയ്യാം? റിനിക്ക് വേണ്ടത് 1 കോടി രൂപയാണ്. ഇതാണല്ലോ ആവശ്യം. അപ്പൊ ഇനിയാണ് ചിന്തിക്കേണ്ടത്, റിനിക്ക് വേണ്ടത് 1 കോടി.
എങ്കിൽ ഈ 1 കോടി രൂപ കൊച്ചിയിലുള്ള ആളുകളുടെ കയ്യിൽ തന്നെ ഈ പണമുണ്ട്. അതെ, തീർച്ചയായിട്ടും. റിനിയുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ കയ്യിൽ ഈ പണമുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഈ പണം റിനിയുടെ അക്കൗണ്ടിലേക്കോ വീട്ടിലേക്കോ കൊണ്ടുവരണം. എവിടെ? അവരുടെ കയ്യിലുള്ള അവരുടെ അക്കൗണ്ടിലുള്ള പൈസ റിനിയുടെ അക്കൗണ്ടിൽ വരണം. എന്ത് ചെയ്യും? നമ്മള് എന്താ പറയാ, റിനിക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, ഈ 1 കോടിയുള്ള വീട്ടുകാരെ വീട്ടിൽ ചെല്ലുന്നു. സാറേ, സാറിന് 1 കോടി ഉറുപ്പില്ലേ, ഒരു 5 ലക്ഷം രൂപ എനിക്ക് തരുമോ? എന്തിനാ ഞാൻ നിൽക്കുന്നത്? നീ എൻ്റെ ആരാ? ചോദ്യം 1. സാറെ, കടമായിട്ട് തരുമോ? കടം തരാൻ ഞാൻ ആരാ നിന്റെ? അല്ലേ? അവിടെ പോയി. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു 20 ആളെ സെലക്ട് ചെയ്യുന്നു. ഈ 20 പേരെ കയ്യിലും 5 ലക്ഷം രൂപ വെച്ചുണ്ട്. ഓക്കെ, 20ന്റെ 5 ലക്ഷം എത്രയും? 1 കോടി രൂപ. അപ്പൊ 20 പേരെ കയ്യിൽ 1 കോടി രൂപ നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്താൽ മതി? ഇവരിത് വാങ്ങിച്ചെടുക്കണം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, കടം ചോദിച്ചാൽ തരില്ല, വെറുതെ ചോദിച്ചാലും തരില്ല. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് രാത്രി ആവുമ്പോൾ ഓരോ വീട്ടിലും മോഷ്ടിക്കാൻ ഇറങ്ങണം. നടക്കുമോ? ഇല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഞാൻ 3ാമത്തെ പോയിന്റാണ് പ്രൊഡക്റ്റൈസ് സർവീസ്. അപ്പൊ ഇവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്താൽ ഇവര് നമുക്കിത് പൈസ തരും. അപ്പൊ എന്താ റിനിയുടെ പ്രശ്നം? എന്താ? റിനിയുടെ കയ്യിൽ വാല്യുബിൾ ആയിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള സാധനമില്ല. അതായത് ഈ 5 ലക്ഷം റിനിക്ക് വേണം, അത് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവരനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം റിനി കാണിച്ചു കൊടുത്താൽ അവര് റിനിക്ക് പണം തരും. അവരുടെ നീഡ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് അവരെ. അപ്പൊ ഇങ്ങനെയാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഐഡന്റിഫൈ എ നീഡ് ആൻഡ് സാറ്റിസ്ഫൈങ് എ നീഡ്. അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ആ ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നമ്മളെ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റും. അപ്പോൾ ആ പ്രൊഡക്റ്റ് അവർക്ക് ആവശ്യമുള്ളത് എന്തോ അത് ആരുടെ കയ്യിലുണ്ട്? ജസ്പേഡിന്റെ കയ്യിലുണ്ട്. അപ്പൊ റിനി എന്ത് ചെയ്തോ? റിനി പിടിച്ചോ, കൊണ്ടു കൊടുത്ത് പൈസ പിടിച്ചോ. ഓക്കെ, ഇത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ ഇനി പഠിച്ചെടുക്കേണ്ടത്. ഏത്? ആ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്, ഇനി എങ്ങനെ ഇയാൾക്ക് ഇത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ ആദ്യം പറഞ്ഞു കണ്ടിന്യൂസ് ലേണിംഗ്. ഇത് പഠിച്ചെടുത്താൽ വെരി സിമ്പിൾ ആയിട്ട് 20 ആളെ കണ്ടാൽ തീരെ പ്രശ്നമുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ആ 20 ആൾക്ക് ആവശ്യമുള്ള സാധനം ജസ്പേഡിന്റെ കയ്യിലുണ്ട്, വാങ്ങാൻ ആവശ്യക്കാരുണ്ട്. പക്ഷെ എന്തില്ല, ഇത് റിനിയുടെ കയ്യിലെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? റിനി ചോദിക്കാൻ തയ്യാറാവാം. ഇങ്ങനെ പറയും, മാർക്കറ്റിനോട് ചോദിച്ചാൽ മാർക്കറ്റ് തരും. മാർക്കറ്റിലേക്ക് ഇറങ്ങണം, ചോദിക്കാൻ തയ്യാറാവണം. നമ്മള് എല്ലാം ദൈവം കൊണ്ടുതരുമെന്ന് പറഞ്ഞിരുന്നാൽ നടക്കുമോ? ഇല്ല. പ്രാർത്ഥന വേണം. എന്നുവെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നാളെ ഇതൊരു വലിയ ബോക്സിലാക്കി വീട്ടിൽ കൊണ്ടു തരില്ല. അതിന് ഒരു അവസരമായിട്ട് ആരെങ്കിലും മുന്നിൽ അവതരിക്കും. ആ അവസരങ്ങള് ദൈവത്തിന്റെ ആ ഒരു അവസരമായിട്ട് കാണാൻ പറ്റുമെങ്കിൽ നമുക്കവിടെ വിജയിക്കാൻ പറ്റും. അപ്പൊ നമ്മള് വെൽത്ത് സ്റ്റെയർ കേസിൽ 3ാമത്തത് പറഞ്ഞു, സെല്ലിംഗ് പ്രൊഡക്റ്റൈസ് സർവീസ്. ഇനി കുറച്ച് നാളത് ചെയ്ത് റിനി എന്ത് ചെയ്യുക? 1 കോടി കിട്ടി, 20 ആൾക്ക് കൊടുത്തു. പിന്നെ അത് റിനി ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണം? ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് 4ാമത് സെല്ലിംഗ് പ്രൊഡക്ട്സ്, അല്ലെ? ഈ പ്രൊഡക്റ്റ് അവരോട് വിറ്റഴിപ്പിക്കാം. അപ്പോഴോ റിനിക്ക് അടുത്ത ആ ഉണ്ടാക്കിയ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബില്യണർ ആവാൻ പറ്റും. അങ്ങനെയാണ് സമ്പത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം 20 വർഷവും 30 വർഷം കൊണ്ട് നേടേണ്ട പണം എങ്ങനെ 20 മാസം കൊണ്ട് നേടാം. ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും, അല്ലെ? ഒറ്റ കാര്യമുള്ളൂ, പെട്ടെന്ന് നമുക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ 2 സൊല്യൂഷനാണുള്ളത്. ഒന്ന്, വില കൂടിയ ഏതെങ്കിലും ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് വാങ്ങിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സമ്പന്നരാവാം. ഓക്കെ, വില കൂടിയ. പക്ഷെ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പണം വേണം. ഇനി നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിലോ? വില കൂടിയത് വിൽക്കാൻ തയ്യാറാവാം. ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. അല്ലാതെ ഞാൻ വിധിയെ പഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കേരളത്തെ മുഖ്യമന്ത്രിയെ പഴിച്ചുകൊണ്ടോ പ്രധാനമന്ത്രി ചീത്ത പറഞ്ഞോ ഒന്നും നടപടിയാവില്ല. ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് വില കൂടിയ ഒരു ഹൈ റിട്ടേൺ കിട്ടുന്ന എന്തെങ്കിലും അസറ്റിന് ഒരു ഓണറായിട്ട് മാറാം. പണം കയ്യിലില്ലെങ്കിൽ അത് വിൽക്കാൻ തയ്യാറാവും. ഇതിലൂടെ മാത്രമേ നമുക്ക് സമ്പന്നരാവാൻ സാധിക്കൂ, നിങ്ങളെ പോലുള്ളവർക്ക്. അതെ, എംപ്ലോയീസിനുള്ള ഒരു എന്താ വലിയൊരു എക്സാമ്പിളും വലിയൊരു വഴികാട്ടിയാണ് ഈ പറയുന്ന ജസ്പെയ്ഡ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റിന്റെ ഈ ഒരു കമ്പനി. ഓക്കെ, അപ്പൊ അതുപോലെ എല്ലാ എംപ്ലോയീസും ഇങ്ങനെ ഒന്ന് ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു മാറ്റി ചിന്ത അയക്കാൻ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് എന്തായാലും അവർക്കൊരു ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു സാർ. ഓക്കെ, അപ്പൊ എന്തായാലും റിനിക്ക് മനസ്സിലായ പോലെ തന്നെ, അല്ലെ, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതം, അല്ലെ,
എന്തിനോ വേണ്ടി മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ജോലിക്കാരൻ അല്ലാതെ ഒന്ന് മാറാൻ ചിന്തിക്കുക, അല്ലെ? എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ അധ്വാനം, അത് എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ളതായിരിക്കണം എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ റിനിയെ പോലെ നിങ്ങൾക്കും നാളെ ഒരു സമ്പന്നതയിലേക്ക് ഒരു മാറ്റം കുറിക്കാനുള്ള വ്യക്തിയായിട്ട് മാറാം. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ.